Anish, NCLEX RN trainers at Athena Coaching Center. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് NCLEX RN എക്സാംസിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ബോട്ടൈ ക്വസ്റ്റ്യൻ. NGN NCLEXനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ NCLEX RN എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെ പാസ്സാവാം, അപ്പോൾ അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻ്റെ 60% മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബാക്കി 40% നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്സിബിറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സാറ്റ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇൻ ബിറ്റ്വീൻ സെൻറ്റൻസ് ഡ്രോപ്പ് ഡൗൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മാട്രിക്സ് ഗ്രിഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കൂടാതെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബോട്ടൈ. യൂഷ്വലി എനിക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതൊരു പസിൽ പോലെയാണ്, ഭയങ്കര ഈസിയാണ്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ബോട്ടൈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാനിപ്പോൾ ഇതിനകത്തൊരു ബോട്ടൈയുടെ ഇമേജ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഈ ഒരു ഇമേജ് പോലെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചറും ഉള്ളത്. ഓക്കെ, അപ്പം യൂഷ്വലി എല്ലാ കാൻഡിഡേറ്റിനും പൊതുവെ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് എല്ലാ സ്റ്റുഡൻസിനും കുറച്ച് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ബോട്ടൈ ക്വസ്റ്റ്യൻ. എക്സാക്ട്ലി അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഈ ബോട്ടൈ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പം ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കേസ് എന്നുള്ളത്. ഓക്കെ, so here this is the case. Okay, so അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കേസ് എന്താണെന്നുള്ളത്. So I'll just show you the case. Please read along with me. ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. A client report sudden onset of vomiting. So ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. The client reports sudden onset of vomiting, epigastric pain which is rated as 7 out of 10. Okay, and then after eating high fatty meal. So fatty food കഴിച്ചതിന് ശേഷം പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടായി, and that is also almost a severe kind of pain. It's 7. Fine. And the client takes no medication and does not use alcohol or any recreational drugs. Okay, so clear ayo? This is the situation of the patient. Okay, so പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അഡീഷണലി നമുക്കൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ലാബ് റിസൾട്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാബ് റിസൾട്ട്സ് തന്നിട്ടുണ്ട്. AST വാല്യൂ തന്നിട്ടുണ്ട്, ALT വാല്യൂ തന്നിട്ടുണ്ട്, ലിപ്പേസ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ദാറ്റ് ഈസ് ഈ കണ്ടന്റ് എല്ലാം നമുക്ക് പാൻക്രിയാസിൻ്റെയും അതുപോലെ തന്നെ ലിവർ എൻസൈംസിനും റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ലാബ് വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കേസ് സ്റ്റഡിയിൽ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി തരാം, ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് തരാം, ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് തരാം, ഗ്രാഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ ഫൈൻഡിങ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അടുത്തത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ചെയ്തു. അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ഫൈൻഡിങ് ആണ് നോ ഗോൾ സ്റ്റോൺസ്. ഓക്കെ, so no gallstones, normal common bile duct, 12 ECG, normal sinus rhythm. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ഡീറ്റെയിൽസിൽ നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ഞാൻ ഒന്നുകൂടെ പറയാം. ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റ് റിപ്പോർട്ട് സഡൻ ഓൺസെറ്റ് ഓഫ് വോമിറ്റിംഗ്, പെട്ടെന്ന് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, എപ്പിഗാസ്ട്രിക് പെയിൻ ഉണ്ട്. ആ പെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, പെയിൻ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ആഫ്റ്റർ ഈറ്റിംഗ് ഫാറ്റി മീൽ. ഓക്കെ, അപ്പം ഇനി അടുത്തത് തന്നിരിക്കുന്നത് പേഷ്യൻ്റ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നില്ല, നോ പേഷ്യൻ്റ് ഇസ് നോട്ട് യൂസിങ് എനി ഓഫ് റെക്രിയേഷണൽ ഡ്രഗ്സ്. ഓക്കെ, അപ്പം ഇതാണ് സിറ്റുവേഷൻ തന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ലാബ് റിസൾട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. അഡീഷണലി ഗ്രാഫിക്കൽ എക്സാമിനേഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഈ ഒരു ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ട്, ക്ലിയർ ആയോ? ഈ ഒരു ഡീറ്റെയിൽ ബേസ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. ക്ലിയർ? സോ യെസ്,
ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ ബോട്ടൈയുടെ ഒരു സ്ട്രക്ചർ പറഞ്ഞല്ലേ. സോ ഇവിടെ ബോട്ടൈ പോലെയാണ് ഈ ഒരു സ്ട്രക്ചർ ബേസിക്കലി ബേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 ഹെഡിങ്സ് നിങ്ങൾക്ക് കാണാം. നമ്പർ 1 ആക്ഷൻസ് ടു ടേക്ക്, സെക്കൻഡ് പൊട്ടൻഷ്യൽ കണ്ടീഷൻ, 3 പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഇത് ബേസിക്കലി നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഡ്രാഗ് ചെയ്ത് പ്രോപ്പർ ആൻസറിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ പറയാം. ഇത് ബേസിക്കലി ഇത് എങ്ങനെയാണ് സ്ട്രക്ചർ, ബോട്ടൈ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ആക്ഷൻസ് ടു ടേക്ക് ഇവിടെ നമുക്ക് നോക്കൂ എത്രണ്ണ തന്നിരിക്കുന്നത്. അഡ്മിനിസ്റ്റർ നൈട്രോഗ്ലിസറിൻ, വെരിഫൈ കൺസെന്റ് ഫോർ സർജറി and start IV normal saline, and it's not like a full strength normal saline, and obtain urea breath test for Helicobacter pylori and administer opioids. Okay, ഇത്രയുമാണ് ആക്ഷൻസ് ടു ടേക്ക്. അതായത് ഇപ്പൊ നമുക്ക് വന്ന ഈ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, ആ പേഷ്യന്റിന്റെ ബേസിക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യന്റിന് എന്തൊക്കെ ആക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, ഫൈൻ. അടുത്തത് പൊട്ടൻഷ്യൽ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ കണ്ടീഷൻ ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് കണ്ടീഷനാണ് വരാൻ ചാൻസ് ഉള്ളത്. ആൻഡ് പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ, ഏതൊക്കെ അസസ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ. സോ അവിടെ ഇൻസിഷണൽ സൈറ്റ് ഉണ്ട്, സ്റ്റൂൾ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, സീറം ട്രോപ്പോണിൻ വാല്യൂ ഉണ്ട്, പെയിൻ ലെവൽ ഉണ്ട്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവിടെ പാരാമീറ്റേഴ്സ് ടു മോണിറ്ററിലും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കണ്ടീഷനിലും ആക്ഷൻസ് ടു ടേക്കിലും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ബോട്ടൈ പോലെയാണെന്ന് പറഞ്ഞു അല്ലേ. സോ ബോട്ടൈയുടെ ഷേപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നോക്കൂ. ഇവിടെ ബോട്ടൈയുടെ ഒരു ഷേപ്പിൽ ഇവിടെ നാരോഡ് ആയിട്ടുള്ള പോർഷൻ, ഇവിടെ ബിഗർ ആയിട്ടുള്ള പോർഷൻ ആണ് അല്ലേ. ഫൈൻ. അപ്പൊ ഞാൻ ഇതിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. അപ്പൊ മിഡിൽ നമുക്ക് 3 ബോക്സസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് പൊട്ടൻഷ്യൽ കണ്ടീഷൻ എന്താണ്, സോ മിഡിൽ പൊട്ടൻഷ്യൽ കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഏത് കണ്ടീഷൻ ആണോ ഉള്ളത് അത് നമ്മുടെ ഈ നാരോ പാർട്ടിലേക്ക് വരും. ഓക്കെ, പിന്നെ 2 സൈഡിൽ ഒന്നിൽ ആക്ഷൻസ് ടു ടേക്ക് ഉണ്ട്, അടുത്തത് ഏത് അസസ്മെന്റ് ആണ് വേണ്ടതെന്നുണ്ട്. അവിടുന്ന് ഇവിടെ ഒരു കണ്ടീഷൻ അല്ലേ, ഈ ഒരു കണ്ടീഷന് ബേസ് ചെയ്യുന്ന 2 ആക്ഷൻസ് ടു ടേക്കും 2 അസസ്മെന്റും നമ്മൾ എടുക്കണം. ഓക്കെ, അത് എത്രണ്ണാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ കണ്ടു കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ബോട്ടൈ ക്വസ്റ്റ്യന്റെ പ്രാക്ടീസ് സെഷൻ വീഡിയോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്ര ആൻസേഴ്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം മിഡിൽ ഒരു നാരോഡ് പോർഷൻ ആയതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ കണ്ടീഷനിൽ നിന്ന് ഒരു കണ്ടീഷനും 2 സൈഡും ബോട്ടൈഡ് 2 സൈഡും കുറച്ച് വൈഡർ ആയതുകൊണ്ട് ഈ സൈഡിൽ നിന്നും 2 ഓപ്ഷൻസും ഈ സൈഡിൽ നിന്ന് 2 ഓപ്ഷൻസും ആണ് നമുക്ക് ഈ ബോട്ടൈ ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും കണ്ടീഷൻ വരുന്നത്. പേഷ്യന്റിന് പെയിൻ ഉണ്ടായി, ഫുഡ് കഴിച്ചപ്പം, ദാറ്റ് ഇസ് ഫാറ്റി ഫുഡ് കഴിച്ചപ്പം പെയിൻ ഉണ്ടായി, പേഷ്യന്റ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നില്ല, നോ റിക്രിയേഷണൽ മെഡിസിൻസ് ആർ യൂസ്ഡ്, ഇതൊന്നുമില്ല, പേഷ്യന്റിന് സഡൻ വോമിറ്റിംഗ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം ഡിസോർഡർ. സോ ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടീഷനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോളിസിസ്റ്റൈറ്റിസ് തന്നിട്ടുണ്ട്, പെപ്റ്റിക് അൾസർ ഉണ്ട്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ, അപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ കളഞ്ഞു, ബാക്കിയുള്ളത് പെപ്റ്റിക് അൾസർ ഉണ്ട്, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ട്, കോളിസിസ്റ്റൈറ്റിസ് ഉണ്ട്. ഇനി വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യന്റെ ലാബ് റിസൾട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് ഗോൾ ബ്ലാഡറിന് പ്രശ്നമൊന്നുമില്ല എന്ന്. ഓക്കെ, നോ ഗോൾ സ്റ്റോൺ, നോർമൽ ബൈൽ ഡക്ട്. അപ്പൊ ആ സൈഡ് സേഫ് ആണ്. മനസ്സിലായോ? ഗോൾ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഓൾമോസ്റ്റ് സേഫ് ആയതുകൊണ്ട് നമുക്ക് എന്തും കൂടെ കളയാം, കോളിസിസ്റ്റൈറ്റിസും കളയാം. പിന്നെ വരുന്നത് പെപ്റ്റിക് അൾസറും അതുപോലെ പാൻക്രിയാറ്റൈറ്റിസും. ഇവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്, പെപ്റ്റിക് അൾസർ ആണോ അല്ല പാൻക്രിയാറ്റൈറ്റിസ് ആണോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ 4 കണ്ടീഷൻസിൽ ഏത് കണ്ടീഷൻ നിങ്ങൾ എടുത്താലും അതിന് സ്യൂട്ട് ആവുന്ന ആക്ഷനും അതിന് സ്യൂട്ട് ആവുന്ന പാരാമീറ്റേഴ്സ് ടു മോണിറ്ററും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ. നിങ്ങൾ എടുക്കുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കണം?
ഒരു പ്രോപ്പർ ആൻസർ ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ 2 കളഞ്ഞു. ഇനി മിച്ചം നമുക്ക് കിട്ടിയിരിക്കുന്നത് പെപ്റ്റിക് അൾസറും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ലാബ് റിസൾട്ട്സിൽ വേരിയേഷൻ വന്നിരിക്കുന്നത് ലിപ്പേസ് വാല്യൂവിൽ വേരിയേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് ആൻസർ ആയിട്ട് വരും? പാൻക്രിയാറ്റൈറ്റിസ് ആൻസർ ആയിട്ട് വരും. അങ്ങനെ ഇവിടെ പാൻക്രിയാറ്റൈറ്റിസ് ആണ് പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസ് എങ്കിൽ അതിന് റിലേറ്റ് ആവുന്ന 2 ആക്ഷൻ, ഇവിടെ 2 പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ. ഓക്കെ, അപ്പോൾ ഇനി സെലക്ട് ചെയ്യൂ. ഇതിനകത്ത് ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് 2 ആക്ഷൻസ് ആണ് പാൻക്രിയാറ്റൈറ്റിസിന് വേണ്ടത്, ഏത് 2 അസസ്മെന്റ് ആണ് പാൻക്രിയാറ്റൈറ്റിസിന് വേണ്ടത്. പ്ലീസ് റിമെമ്പർ, നമ്മളിവിടെ 4 കണ്ടീഷൻസിൽ ഏത് കണ്ടീഷൻ എടുത്താലും ശ്രദ്ധിക്കണേ. ഇവിടെ നമുക്ക് കണ്ടീഷൻസിൽ ലുക്ക് അറ്റ് ദിസ്. കണ്ടീഷൻസിൽ കോളിസിസ്റ്റൈറ്റിസ് ഉണ്ട്, പെപ്റ്റിക് അൾസർ ഉണ്ട്, അതുപോലെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആൻഡ് പാൻക്രിയാറ്റൈറ്റിസ്. ഇതിൽ ഏത് നിങ്ങൾ ആൻസർ എടുത്താലും നോക്കൂ, ഇതിന്റെ ആക്ഷൻസ് ടു ടേക്ക് നോക്കൂ. അഡ്മിനിസ്റ്റർ നൈട്രോഗ്ലിസറിൻ, വെരിഫൈ ദ കൺസെന്റ്, ബ്ലഡ് യൂറിയ ബ്രെത്ത് ടെസ്റ്റ് ഫോർ ഹെലിക്കോബാക്ടർ. ഇത് പെപ്റ്റിക് അൾസറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അതുപോലെ ഒപ്പിയോയിഡ് ഇസ് ലൈക്ക് എ പെയിൻ. അപ്പോൾ അവിടെ അതെവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മുടെ ആൻസർ, നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ തെറ്റിപ്പോയാലും അതിലേക്ക് തന്നെ ഗൈഡ് ചെയ്യുന്ന ഓപ്ഷൻസും, അതായത് നമ്മൾ തെറ്റിക്കത്തക്ക രീതിയിലുള്ള സൈഡ് ആക്ഷൻസും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കെയർഫുൾ ആയിരിക്കേണ്ടത്. പൊട്ടൻഷ്യൽ കണ്ടീഷൻ തെറ്റിയാൽ അത് റിലേറ്റ് ചെയ്യുന്ന ബാക്കി 2 സൈഡിൽ 2 ആൻസേഴ്സ് വീതോ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബി കെയർഫുൾ. സോ ഇവിടെ പാൻക്രിയാറ്റൈറ്റിസ് ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? പെയിൻ മാനേജ്മെന്റ് എടുക്കാം. ദെൻ പേഷ്യന്റ് വോമിറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദെൻ എപ്പോഴും ഓർത്തിരിക്കുക ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡർ ആണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ വി ഡോണ്ട് ഗീവ് എനിത്തിങ് ഓറലി. നമ്മൾ മാക്സിമം ഓറലി ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ ഓറലി കൊടുക്കാത്തത്? ബിക്കോസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഓറൽ ഫാസ്റ്റിംഗ് ആവശ്യമാണ്. 2 ഗ്യാസ്ട്രിക് വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒപ്പിയോയിഡ് മെഡിക്കേഷൻസ് കൊടുക്കാം, നോർമൽ സലൈൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ആക്ഷൻസ് ടു ടേക്കിൽ 2 ആൻസേഴ്സ് വന്നു. ദാറ്റ് ഈസ് അഡ്മിനിസ്റ്റർ ഒപ്പിയോയിഡ്സ് ആൻഡ് നോർമൽ സലൈൻ. ഇനി എന്ത് അസസ്മെന്റ് ആണ് ചെയ്യേണ്ടത്? അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസിന്റെ അസസ്മെന്റ് ആട്ടോ നമുക്ക് വേണ്ടത്. നോക്കൂ, ഇൻസിഷൻ സൈറ്റിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. സ്റ്റൂൾ ക്യാരക്ടറിസ്റ്റിക്, അതും ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. സീറം ട്രോപ്പോണിൻ വാല്യൂ, മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ആൻസർ ആയിട്ട് വന്നേനെ. അപ്പോൾ അതല്ല. പെയിൻ ലെവൽ ചെക്ക് ചെയ്യണോ? ഡെഫിനറ്റ്ലി യെസ്, പെയിൻ ലെവൽ ചെക്ക് ചെയ്യണം. ബിക്കോസ് പെയിൻ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മെഡിസിനും കൊടുക്കാൻ പോവാണ് അല്ലേ. പിന്നെ അടുത്തത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. പാൻക്രിയാറ്റൈറ്റിസ് ആയതുകൊണ്ട് തന്നെ പാൻക്രിയാസ് ഒരു എൻഡോക്രൈനൽ എക്സോക്രൈനൽ ഫംഗ്ഷൻ ആണ്, മെറ്റബോളിസത്തെ അഫക്റ്റ് ചെയ്യും. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ പാൻക്രിയാസിലാണ്. ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഓഫ് റാഷണൽ റിലേറ്റ് ചെയ്ത് നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസും ചെക്ക് ചെയ്യാം. അപ്പോൾ എന്ത് അസസ്മെന്റ് വേണം? പെയിൻ അസസ് ചെയ്യണം, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അസസ് ചെയ്യണം. എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? നോർമൽ സലൈൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, പ്ലസ് ഒപ്പിയോയിഡ് അനാൽജസിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ആൻഡ് അഡീഷണലി കീപ്പ് NPO. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്തില്ല. അപ്പം നമുക്ക് പക്ഷെ അഡീഷണലി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ക്ലിയർ ആയോ? ഇതാണ് ബോട്ടൈ ക്വസ്റ്റിന്റെ ബാക്ക് എൻഡ് ഓഫ് സ്ട്രക്ചർ. മനസ്സിലായോ? ഇത് കാൻഡിഡേറ്റ്സിന് എളുപ്പത്തിൽ ആക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, ജസ്റ്റ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, NCLEX RN എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ടോപ്പിക് ഡിസ്കഷൻ കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾക്ക് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. റെഗുലർ ആയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ 2 ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.